ഇല്ല, അവർക്ക് അതിന്റെ ക്ലിയർ പിക്ചർ ഉണ്ട്. അപ്പൊ അവരുടെ കൂടെ യാത്ര അങ്ങ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഹാപ്പിയാണ്. ഞാൻ വൻ പൊളി ഹാപ്പി ആയിട്ട് ഞാൻ തന്നെ എന്നെ പറ്റി പറഞ്ഞ. എന്നാലും പടം കണ്ടതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നടാ, പൊളിയായിരുന്നു. എങ്ങനെ കൂടുതൽ പറയാറ്. എന്നാലും മമ്മൂക്കയുടെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എടാ അടിപൊളി എക്സ്പീരിയൻസ്. അത് ഞാൻ എങ്ങനെ പറയാനുള്ള എക്സ്പീരിയൻസിനെ പറ്റി. നന്നായിരുന്നു. വളരെ ഹാപ്പിയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിൽ അഭിനയിക്കാൻ പറ്റി, മമ്മൂക്ക കൂടെ അഭിനയിക്കാൻ പറ്റി. രാഹുലേട്ടൻ വെറുതെ പൊളി ആയിട്ടുണ്ട്. നമ്മുടെ പടത്തിനെ പറ്റി നമ്മളെങ്ങനെയാണ് ഇത്രയില്ല. നമുക്ക് എന്തായാലും നമ്മുടെ പടം കാക്കക്ക് തൻകുഞ്ഞായിരിക്കും. പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. അത് ഡയറക്റ്റ് ഒന്ന് കണ്ട് ഞെട്ടിക്കൊണ്ടിരിക്കണായിരുന്നല്ലോ. ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞായിരുന്നു, നമ്മള് ഷൂട്ടിംഗ് സമയത്ത് തന്നെ വൻ മൂഡായിരുന്നു. അത് കാണുമ്പോ മനസ്സിലാവല്ലോ. അതിൽ കാണും പടം. അത് ഞാനല്ലല്ലോ പറയണത്, കണ്ട പ്രേക്ഷകരല്ലേ പറയണത്. ഞാൻ തന്നെ എങ്ങനെയാ പറയാ. കണ്ടില്ലേ വേർത്ത് കുളിച്ചിരിക്കണ മകന്റെ കണ്ടിട്ട് എന്ത് തോന്നി? മകന്റെ നന്നായി ചെയ്തു. ഞാൻ പറഞ്ഞല്ല, നന്നായി പിന്നെയും അല്ല, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ കാണുമ്പോ നമുക്ക് കൊതിയാണ് അതുപോലെ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കണം എന്നുള്ളത്. പടം കണ്ടപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി, അതൊരു വേഷമൊക്കെ ഇട്ടണം എന്നുള്ളത്. എല്ലാവരും നന്നായിട്ട് 4 ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഗംഭീരമായിട്ടൊരു സിനിമ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് ഒറ്റ ലൊക്കേഷനിൽ വെച്ചിട്ട് അത് കണ്ട എനിക്കത് നമ്മൾ പറയണേക്കാളും അത് കണ്ടാലാണ് അതിന്റെ ഭംഗിയുള്ളത്. ഇതുപോലത്തെ സിനിമകളൊക്കെ ഇറങ്ങണം. ഇടയ്ക്ക് ഇങ്ങനത്തെ സിനിമകൾ ഇറങ്ങണം. നമ്മൾ സാധാരണ കാണുന്ന കൊമേഴ്ഷ്യൽ സിനിമ എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. എല്ലാവർക്കും പണിയെടുക്കാനുണ്ട്. ഏറ്റവും സെറ്റ് എല്ലാവർക്കും ഭയങ്കര ലൊക്കേഷൻ അടിപൊളി. അയ്യോ, നമുക്ക് വേറൊരു ലെവലാണ്. നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തെന്നാ പറയുന്നത്, അതിന് വാക്കുകളില്ല. അത് ശരിക്കും നിഘണ്ടുവിൽ വാക്കില്ല. എല്ലാവരും നല്ലതാണ്. ഞാൻ ആരും മോശമാക്കി പറയുന്നല്ല. ഞാൻ പറയുന്നത് സിനിമകൾ ഇങ്ങനെ ഓരോന്നെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കടെ ഒരു ചിന്ത ഉണ്ടല്ലോ, ഇനി ഇങ്ങനെ ഒരു സിനിമ വേണം ഇവിടെ എന്ന് ചിന്തിക്കുന്നുണ്ടല്ലോ. അതൊരു സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുന്ന ഡയറക്ടറൊക്കെ ആണെങ്കിലും പ്രൊഡ്യൂസറൊക്കെ ആണെങ്കിലും ഒക്കെ ആ ചിന്തകൾ വരുമ്പോൾ മമ്മൂക്കയിലേക്ക് എത്തുന്നു. മമ്മൂക്ക അത് ഏസ് പറയുന്നു. ആ ഏസ് ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ നടൻ എന്ന് പറയുന്ന ആളൊരു ഏസ് പറയുന്നു എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അത് നമുക്ക് കാതൽ തന്നെ നമുക്കറിയാമല്ലോ. അങ്ങനത്തെ ഒരു വേഷം ഏറ്റെടുക്കാൻ സൂപ്പർ മെഗാസ്റ്റാർ എന്നൊരു നടൻ തയ്യാറാവുക എന്ന് പറഞ്ഞു. അതങ്ങനെ മമ്മൂക്കൊക്കെ പറഞ്ഞുകൊണ്ടാണ് അർജുനൊക്കെ വേഷം കിട്ടിയത്. ഇല്ലെങ്കിൽ അങ്ങനെ വേഷം കിട്ടില്ല. പക്ഷെ എന്തായാലും എല്ലാവരും റീ റെക്കോർഡിംഗ് ഒക്കെ, ലൊക്കേഷൻ, റീ റെക്കോർഡിംഗ്, ഡയറക്ഷൻ, ഡയലോഗ്സ് ഭയങ്കര കൊതിയായി ഒന്നുകൂടി കണ്ടു. നന്നായിട്ടുണ്ട്.